ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു റെസിപ്പി നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്ന ഒരു ബീഫ് ചുക്കാടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്തിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ നല്ലതുപോലെ കഴുകിയിട്ട് ഒരു കൊട്ടയിൽ വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ്, ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ കൈ വെച്ചിട്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് തിരുമ്മിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ബീഫിലുള്ള വെള്ളത്തിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടുവേ. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ബീഫിൻ്റെ വേവ് അനുസരിച്ച് വിസിലടിപ്പിച്ചെടുക്കണേ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു 5 വിസിലടിപ്പിച്ചാണ് എടുക്കുന്നത്. ഇത് വെന്ത് കിട്ടുന്ന ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഇതിലേക്കുള്ള മസാലയും കൂടി റെഡിയാക്കി എടുക്കാം. ഇതിലെ മസാല റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനൊരു 8 ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലോണം എരിവുള്ള മുളകാണ്. അപ്പം എരിവ് കുറഞ്ഞിട്ടുള്ള മുളകില്ലേ, കാശ്മീരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 കഷ്ണം കറുവപ്പട്ട, ചെറിയൊരു കഷ്ണം ബേ ലീഫും, ഒരു 5 ഗ്രാമ്പുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഏലക്ക ഉണ്ടെങ്കിൽ ഒരു 2 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തോട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ എടുത്തിരുന്ന ഒരു മുളകൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ചീരകം, പിന്നെ കുറച്ച് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുരുമുളക് ചേർത്തിട്ടില്ല, മല്ലിയും ചേർത്തിട്ടില്ല കേട്ടോ. എൻ്റെ അടുത്ത് പൊടി ആയതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ പൊടിക്കാത്തതാണെങ്കിൽ ഈ ഒരു സമയത്ത് കുരുമുളകും മല്ലിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു ബീഫിലേക്ക് ഞാൻ കുറച്ച് തേങ്ങക്കൊത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു അളവിൽ തേങ്ങ കൊത്തി വയ്ക്കുക. ഒരു 3 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ സവാള എടുത്തിരിക്കുന്നത്. ആ ഒരു സവാള നീളത്തിൽ കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. സവാളയുടെ അല്ലിയൊക്കെ ഇതേപോലെ ഒന്ന് അടർത്തിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗവിൽ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. പിന്നെ സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. ആദ്യം നമുക്കിതിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ സവാളയുടെ കളർ മാറി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു സവാള ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും. നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും കേട്ടോ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മസാലയില്ലേ, അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒരു ഇതാണ് ആ ഒരു മിക്സിയുടെ ജാറിലിരിക്കണത്. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്യാനിട്ടിരുന്ന ഒരു സവാളയുടെ ഒക്കെ കളറ് മാറി നല്ലതുപോലെ ബ്രൗൺ കളറായി കിട്ടിയിട്ടില്ല. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു തേങ്ങക്കൊത്തില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങക്കൊത്തിൻ്റെ കളർ ഒരുപാട് മാറാൻ പാകത്തിന് കുക്കാക്കി എടുക്കണില്ല കേട്ടോ. ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് സമയം ഒന്ന് മൂപ്പിച്ചെടുത്തിരുന്നേ. ഇനി ഇത് കോരിയെടുത്തതിന് ശേഷം അതേ ഉരുളിയിലേക്ക് തന്നെയാണ് നമ്മൾ കറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആ ഒരു മിക്സിയിൽ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെള്ള കാന്താരിയാണ്. അതാണ് ആ ഒരു പച്ചമുളകിൻ്റെ ആ ഒരു കളർ അതിലില്ലാത്തത്. അപ്പോൾ ആ ഒരു ഇട്ട് കൊടുത്തിരുന്ന കൂട്ടൊക്കെ നല്ലതുപോലെ കളർ മാറി മൂത്ത് ഇട്ടിട്ടുണ്ട്. പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ വരാൻ പാകത്തിന് മീറ്റ് മസാല ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ പാക്കറ്റിൽ നിന്നാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ പൊടിയൊക്കെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്തിരിക്കുന്ന ആ ഒരു പൊടി നല്ലോണം മൂത്ത് കിട്ടണമെങ്കിൽ കുറച്ചും കൂടി എണ്ണ വേണം. അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാൻ കണ്ടോ, നമ്മൾ ആ ചേർത്തിരുന്ന ബീഫിൽ ആ ഒരു വെള്ളം ഇറങ്ങി വന്നിരിക്കുന്നതാണ്. വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ബീഫ് ഈ ഒരു വെള്ളത്തേക്ക് വന്ന് കുറച്ചും കൂടി നമുക്കൊന്ന് കുക്കായി കിട്ടും. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടേ ആ ഒരു വെള്ളമൊക്കെ വറ്റിച്ച് റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് ചാറ് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ വെള്ളം വറ്റിയിട്ട് നല്ലോണം അങ്ങോട്ട് ഉണങ്ങിയെടുക്കണ്ട കേട്ടോ. ചെറിയൊരു ഗ്രേവിയോട് കൂടി വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ.
അപ്പോൾ നമുക്കത് പാകമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു മസാലപ്പൊടി ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാവേ. ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാളയും തേങ്ങാക്കൊത്തില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ബീഫ് ചുക്ക റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കുകയൊക്കെ ചെയ്യട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.